ലീഡിംഗ് ദൈവദാസന്മാരുടെ കൂട്ടത്തിൽ ഒരാളായിരുന്നു മൈസൂർ ബേച്ചാൻ. ബേച്ചാൻ ഇന്നും ജീവനോടുണ്ട്. കോടികളുടെ ഉടമസ്ഥനാണ്. അദ്ദേഹത്തിന് സ്വന്തം ബിസിനസ്സും കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണ്. ദാറ്റ് ഈസ് ഗ്രേറ്റ്. ഈ സ്റ്റേജിൽ ഒരിക്കൽ ഇരിക്കുന്ന സ്റ്റേജ് ഇവിടെ കണ്ടു തന്നെയായിരുന്നു. നമ്മുടെ ഈ സ്റ്റേജിൽ ഇത്രയും വലിപ്പമില്ലെന്ന് ഹോളിന്. അദ്ദേഹം ഇവിടെ വന്നപ്പോൾ പറഞ്ഞ ഒരു പദം എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ എം എ വർഗീസിൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഇരിക്കാൻ ഇട്ടുതരാൻ ഒരു കസേറ ഇല്ലാഞ്ഞതുകൊണ്ട് ഒരു മൂടയിൽ ഇരുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ പിള്ളേർക്ക് തോന്നിയ കണ്ടാടിക്ക് നാണമില്ലേ ഇതൊക്കെ പറയാനെന്ന്. ഇവിടെ മോനെ ഒരു അഭിഷേകം ഉള്ളതുകൊണ്ട് പറയുകടാ. അദ്ദേഹം പറഞ്ഞ രണ്ടാമത്തെ പദം, എനിക്ക് ഭക്ഷണം വിളമ്പുവാൻ മേശയില്ലാഞ്ഞതുകൊണ്ട് ഒരു വീഞ്ഞപ്പെട്ടിയുടെ മുകളിൽ കടലാസിൻ്റെ ഷീറ്റിട്ട് അതിൻ്റെ മുകളിൽ വിളമ്പിയത് ഓർമ്മയുണ്ട്. എന്താഹാരമാണ് വിളമ്പിയെന്ന് അദ്ദേഹം പറഞ്ഞില്ലെങ്കിലും അങ്ങനെ വിലയുള്ളതൊന്നും വിളമ്പാൻ ഇല്ലാഞ്ഞതുകൊണ്ട് എന്ന് മാത്രം അദ്ദേഹം പറഞ്ഞു. എന്നോട് എതിർക്കുന്നവർ സാമ്പത്തികം വേണ്ടെന്ന് പറയുന്നവൻ ഒരെണ്ണം മാതൃക കാണിച്ചു വെച്ച് പറയടാവുകയും ഒരെണ്ണം. പക്ഷെ മറുവശം സഭയെ ദൈവം വളർത്തി, സഭ ജനങ്ങളെ ദൈവം വളർത്തി. ഇന്നിത് വേണ്ട എന്ന് പറയുന്നതിൽ പലരും കഞ്ഞി കുടിക്കാൻ നിവൃത്തിയില്ല, കാശ് തരണമെന്ന് പറഞ്ഞ് അപ്രോച്ച് ചെയ്യുന്ന ഒത്തിരി ഉണ്ട്. ഒക്കുന്നതൊക്കെ കൊടുക്കാറുമുണ്ട്. ധനം സമ്പാദിക്കുവാൻ ഒരഭിഷേകം വേണം.